മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായിട്ട് എത്താണ്. ഇതറിയുന്ന കണ്ണനും മഹിയും ഇനി മഹാലക്ഷ്മി അവിടെ തുടരുന്നത് റിസ്ക് ആണെന്നും അവരുടെ കണ്ണിൽപ്പെട്ടാൽ മാർക്കോ ഇത്രയും കാലം ചെയ്തതെല്ലാം വെറുതെ ആകുമെന്നും തിരിച്ചറിഞ്ഞ് ആശങ്കപ്പെടാണ്. ഇതേസമയം അനന്തു പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ മഹിക്ക് അവർ തിരിച്ചു വരുന്നത് വരെ അമ്മയോടൊപ്പം മഹാലക്ഷ്മിയുടെ വീട്ടിൽ നിന്നൂടെ, അവിടെ ആവുമ്പോൾ ആരും കാണുമെന്ന് പേടിയും വേണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊരു നല്ല ഐഡിയ ആണെന്ന് കണ്ണനും മഹാലക്ഷ്മിക്കും തോന്നുന്നുണ്ട്. തനിക്ക് ആരുടെയും ശല്യമില്ലാതെ അമ്മയോടൊപ്പം നിൽക്കാമല്ലോ എന്നും കണ്ണൻ പറയുമ്പോൾ കണ്ണേട്ടനെ ഒറ്റയ്ക്കാക്കി പോകാനായിട്ട് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല, പ്രത്യേകിച്ച് കരുണയുടെ അച്ഛൻ ഇവിടെ ഉള്ളപ്പോൾ കണ്ണേട്ടനെയും അവർ അപായപ്പെടുത്തുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടെന്ന് മഹി ആശങ്കയോടെ പറയുമ്പോൾ മഹി അതോർത്ത് പേടിക്കണ്ട, കണ്ണന് കാവലായിട്ട് ഞാൻ രാവും പകലും കൂടെ തന്നെ ഉണ്ടാകും, പിന്നെ മാർക്കോയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്നെല്ലാം അനന്ത് പറയുന്നത് കേട്ട് ആശ്വാസമാവുന്നുണ്ട് കേട്ടോ മഹിക്ക്. അങ്ങനെ മഹാലക്ഷ്മി അമ്മയെ കാണാനായിട്ട് കണ്ണനോട് യാത്ര പറഞ്ഞ് ഇറങ്ങാണ്. ലേഖയും തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നീട് തോമസ് ഡോക്ടർ ആണെങ്കിൽ പ്രതാപനോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട്, സുഖചികിത്സ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട പഥ്യങ്ങളെ കുറിച്ചെല്ലാം പ്രതാപനോടും മുത്തശ്ശിയോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ തോമസ് ഡോക്ടർ. മഹാലക്ഷ്മിയെ കുറിച്ച് വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കൂടിയൊക്കെ ഡോക്ടർ സംസാരിക്കുമ്പോൾ ലക്ഷ്മി മോള് ഞങ്ങളുടെ വീട്ടിലാണ് വളർന്നത്, ആ ഒരു ഗുണം അവളിൽ കാണാതിരിക്കുമോ, പിന്നെ അവളെ കാണാത്തത് കൊണ്ട് തന്നെ കണ്ണനെ പോലെ തന്നെ ഞങ്ങളും വളരെ വിഷമത്തിലാണ്, അവളെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്നെല്ലാം പ്രാർത്ഥിച്ച് ഇന്ന് കൂടി അമ്പലത്തിൽ പൂജയും വഴിപാടും ഒക്കെ കഴിച്ചേ ഉള്ളൂ എന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേട്ട് പ്രതാപനാണെങ്കിൽ അന്തം വിട്ട് നോക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയെ. പക്ഷെ വൈദ്യർക്ക് അവർ മഹാലക്ഷ്മിയോട് ചെയ്തിട്ടുള്ള കൊടും ക്രൂരതയെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാം അവരുടെ അഭിനയമാണെന്ന് മനസ്സിലാക്കി അവർക്ക് ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് എൻ്റെ ചികിത്സയിൽ നിങ്ങൾക്ക് വിശ്വാസമൊക്കെ കാണുമല്ലോ അല്ലേ, വിശ്വാസമില്ലെങ്കിൽ ഒന്നും ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല, അല്ല കണ്ണൻ ഇങ്ങോട്ട് ചികിത്സയ്ക്ക് വരുന്നതിന് മുൻപായിട്ട് ഇവിടുത്തെ ചികിത്സ കൊണ്ട് കണ്ണന് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് നിങ്ങൾ പറഞ്ഞതായിട്ട് കണ്ണനും മഹാലക്ഷ്മിയും എന്നോട് പറഞ്ഞിരുന്നു എന്ന് വൈദ്യം പറയുമ്പോൾ അതൊന്നും ശരിയല്ല ഡോക്ടറെ, അവൻ്റെ നട്ടലിന് തളർച്ച സംഭവിച്ചിട്ട് ഒരുപാട് കാലമായില്ലേ, അങ്ങനെയുള്ളപ്പോൾ ഇവിടുത്തെ ചികിത്സ കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചു എന്നുള്ള പ്രതാപം പറയുമ്പോൾ എന്തായാലും 2 തവണ ഇവിടെ കിടത്തി ചികിത്സ കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണൻ്റെ ഇടതുകാലിനും വലതുകാലിൻ്റെയും വിരലുകൾക്ക് ചലനശേഷി തിരിച്ചു കിട്ടി, ഇനി അധികം വൈകാതെ കണ്ണൻ എഴുന്നേറ്റ് നടക്കുമെന്നും ഡോക്ടർ പറയുന്നത് കേട്ട് കണ്ണി തള്ളി പോകുന്നുണ്ട് കേട്ടോ പ്രതാപന്റെയും മുത്തശ്ശിയുടെയും. പിന്നീട് പ്രതാപൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അവനൊരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പാടില്ല അമ്മേ, അവനെയും എത്രയും പെട്ടെന്ന് അവളോടൊപ്പം മുകളിലേക്ക് പറഞ്ഞു വിടണം, അവൻ നടന്നു തുടങ്ങിയാൽ പിന്നെ സ്വത്തുക്കളൊക്കെ കൈവശപ്പെടുത്തി മാറ്റുന്നത് നമുക്ക് ബുദ്ധിമുട്ടാവുന്നെല്ലാം പറയുമ്പോൾ ഇനി അവൻ എഴുന്നേറ്റ് നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം അവനെ കൂടെ നിന്ന് ശുശ്രൂഷിക്കാൻ ഇപ്പോൾ അവൾ കൂടെ ഇല്ലല്ലോ, അവനിപ്പോൾ ജീവിതത്തോട് തന്നെ ഒരു മടുപ്പായിട്ടുണ്ടാവും, മനസ്സ് മടുത്തു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് ശക്തി ഉണ്ടാവില്ല എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ സ്വന്തം വീട്ടിലെത്താണ്. അപ്പോൾ മോഹിനിക്കൊരു സർപ്രൈസ് നൽകിക്കൊണ്ടാണ് കേട്ടോ മഹാലക്ഷ്മി എത്തുന്നത്. മോഹിനിയെ പുറകിലൂടെ ചെന്ന് കണ്ണൊക്കെ പൊത്തിപ്പിടിക്കുന്നുണ്ട് മഹാലക്ഷ്മി. പക്ഷേ ആ കൈവിരലുകൾ തൊടുന്നതും അത് സ്വന്തം മോളാണെന്ന് തന്നെ മോഹിനി തിരിച്ചറിയുന്നുണ്ട്. കരുണയുടെ അച്ഛനും മുത്തശ്ശിയും ചികിത്സയ്ക്ക് പോയതുകൊണ്ട് അവരിവിടെ ഇല്ലല്ലോ, അപ്പോൾ അമ്മയോടൊപ്പം അവർ തിരിച്ചു വരുന്നത് വരെ ഇവിടെ അമ്മയോടൊപ്പം നിൽക്കാനാണ് വന്നത് എന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോൾ അത് കേട്ട് മതിമറന്ന് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ മോഹിനി. അവരെ കുറച്ച് ദിവസം കാണാതിരിക്കുമ്പോൾ അമ്മയ്ക്കും അതിനേക്കാൾ വലിയ സന്തോഷം വേറൊന്നുമില്ല മോളെ, അതായത് എൻ്റെ മോൾക്ക് ചിത കൂട്ടാൻ നോക്കിയ ദുഷ്ടന്മാരല്ലേ അവര്, മനസ്സ് നന്നാവാതെ എവിടെ പോയി ചികിത്സിച്ചാലും ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോണില്ല എന്നെല്ലാം മോഹിനി പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് എന്തായാലും അമ്മയ്ക്ക് മോളെ കുറച്ച് ദിവസം അടുത്ത് കിട്ടുമല്ലോ, അമ്മയ്ക്ക് അത് മതി എന്നും പറഞ്ഞുകൊണ്ട് എന്തെന്നില്ലാതെ സന്തോഷപ്പെടുന്നുണ്ട് കേട്ടോ മോഹിനി. പിന്നീട് ദുർഗയാണെങ്കിലും ഉണ്ണിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കണ്ണൻ ഇനി എന്തായാലും ഉടനെയൊന്നും തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരാനായിട്ട് പോകുന്നില്ല, ഇത്രയും നല്ല അവസരം ഇനി നമുക്ക് കിട്ടാനില്ല, മോൻ ഫിനാൻസിയേഴ്സിലേക്ക് പോയിട്ട് MD-യുടെ കസേരയിൽ ഇരിക്കണം, അല്ലെങ്കിൽ തന്നെ എന്നായാലും ഇതൊക്കെ നമുക്ക് തന്നെ വന്നു ചേരാനുള്ളതല്ലേ എന്ന് ദുർഗ പറയുമ്പോൾ അതേ ഉണ്ണിയേട്ട, അമ്മ പറഞ്ഞത് ശരിയാണ്, ഉണ്ണിയേട്ടൻ ഫിനാൻസിയേഴ്സിൽ ചെന്ന് MD കസേരയിൽ അമർന്നിരിക്കണം, ഇന്ന് ഫിനാൻസിയേഴ്സ് നാളെ കൺസ്ട്രക്ഷൻ കമ്പനി, അങ്ങനെ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഓരോന്നിൻ്റെയും നിയന്ത്രണം ഉണ്ണിയേട്ടൻ്റെ സ്വാധീനത്തിലാക്കണമെന്ന് പറയുമ്പോൾ മോൾക്കിപ്പോൾ ഉണ്ണിയോടുള്ള പരിഭവമൊക്കെ തീർന്നില്ലേ, കുറച്ച് വൈകിട്ടാണെങ്കിലും മോൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം മോൾക്ക് കിട്ടാൻ പോകുകയാണെന്നെല്ലാം ദുർഗ പറയുമ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി അമ്മേ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണിപ്പോൾ, അവൾ പോയതോടുകൂടി എൻ്റെ സമയം തെളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മതിമറന്ന് സന്തോഷിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. ഇനിയെല്ലാം നമ്മുടെ സ്വന്തമാകാൻ പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ അടക്കാൻ കഴിയുന്നില്ല അമ്മേ എന്നും കരുണ പറയുന്നുണ്ട്. തുടർന്ന് നീ ഉടനെ ചെല്ലാൻ നോക്കുന്നുണ്ട്, എന്നിട്ട് എല്ലാം
എല്ലാം നിന്റെ അധികാര പരിധിയിലാക്കാൻ നോക്കുന്നെല്ലാം വീണ്ടും ഉണ്ണിയെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ദുർഗ. അപ്പം ഞാനും ഉണ്ണിയേട്ടനോടൊപ്പം വരാം. എനിക്ക് അവളുടെ ആ ക്യാബിനിൽ അവളിങ്ങനെ അമർന്നിരിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും ഞാനത് അസൂയോടുകൂടി നോക്കിയിരുന്നിട്ടുണ്ട്. ഇപ്പോൾ അവളില്ലാത്തപ്പോൾ എനിക്ക് അവളുടെ ക്യാബിനിൽ കയറി ആ കസേരയിൽ ഇരിക്കാം, അവളുടെ കസേരയിൽ ഇരിക്കണമെന്നെല്ലാം കരുണയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ണിയും കരുണയും ഫിനാൻസിയസിലേക്ക് പോകുന്നത് വഴി കരുണയുടെ വീട്ടിൽ കയറുന്നുണ്ട്. ശേഷം മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്നതിൻ്റെ ശബ്ദം കേട്ട് മഹാലക്ഷ്മി ചെന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ഉണ്ണിയും കരുണയും കണ്ട് ഞെട്ടുന്നുണ്ട് മഹാലക്ഷ്മി. പെട്ടെന്ന് തന്നെ അവർ കാണാതെ മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറിയതിന് ശേഷം ഉണ്ണി മോഹിനിയോട് പറയുന്നുണ്ട്, ഇനി ഫിനാൻസിയസിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത് ഞാനാണെന്നും കരുണയും എൻ്റെ കൂടെയുണ്ട്. അമ്മ ഏട്ടത്തിയെ കാണാത്തതിൻ്റെ വിഷമത്തിലായിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അമ്മയെ കാണാനാണ് ഞങ്ങൾ വന്നത് എന്നെല്ലാം കരുണയും ഉണ്ണിയും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മോഹിനിക്ക്. അച്ഛനും മുത്തശ്ശിയും തിരിച്ചു വരുന്നത് വരെ ഞാൻ വേണമെങ്കിൽ അമ്മയ്ക്ക് കൂട്ടായിട്ട് ഇവിടെ നിൽക്കാം എന്നെല്ലാം കരുണ പറയുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതൊന്നും വേണ്ട മോളെ, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്നോളാം, മോളുടെ ചേച്ചി എപ്പോഴായാലും മടങ്ങി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്നെല്ലാം മോഹിനി പറയുമ്പോൾ ചേച്ചിയോട് എനിക്കുള്ള ദേഷ്യമൊക്കെ തീർന്നു വരുമ്പോഴാണ് ചേച്ചിയെ കാണാതായത് എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയുടെ മുന്നിൽ അഭിനയിച്ച് തകർക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. കരുണ പക്ഷേ സന്തോഷം ഉള്ളിൽ വെച്ച് പുറമേക്ക് ദുഃഖം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ മോഹിനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. തുടർന്ന് ഞാനും ഉണ്ണിയേട്ടനും ഫിനാൻസിയസിലേക്ക് പോകുന്നുണ്ട്. ഇനി ചേച്ചിയും കണ്ണേട്ടനും ഒക്കെ തിരിച്ചു വരുന്നത് വരെ ഞാനും ഉണ്ണിയേട്ടനുമാണ് ഫിനാൻസിയസിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത് എന്നും കരുണ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരവിടെ നിന്നും തിരിച്ചു പോയതിനു ശേഷം മഹി മോഹിനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. തുടർന്ന് മഹാലക്ഷ്മിയോടായിട്ട് മോഹിനി പറയുന്നുണ്ട്, മോള് പറഞ്ഞല്ലോ കേട്ടല്ലോ അവർ പറഞ്ഞിട്ട് പോയത്, മോളെ ഇല്ലാതാക്കി സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്തി എന്നുള്ള സന്തോഷത്തിലാണ് രണ്ടുപേരും. ഇനി കണ്ണനെയും അവരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് എന്നെല്ലാം മോഹിനി പറയുമ്പോൾ അവർ സന്തോഷിക്കട്ടെ അമ്മേ, അണയാൻ പോകുന്ന ദീപം എന്നൊക്കെ അമ്മ കേട്ടിട്ടില്ലേ, അത്രയ്ക്ക് മാത്രമേ ഉള്ളൂ അവരുടെ ഈ സന്തോഷത്തിന്റെ ആയുസ്. അവരുടെ ഈ സന്തോഷത്തിൽ അവരിങ്ങനെ മതിമറന്ന് നിൽക്കുന്ന ഒരു ദിവസം കണ്ണേട്ടനെ എന്നെയും കൂട്ടി കമലേശ്വരത്തേക്ക് കടന്നു ചെല്ലും. അന്നാണ് അവർ ശരിക്കും തകരാൻ പോകുന്നത്. പിന്നെ കണ്ണേട്ടന് ഒന്നും സംഭവിക്കാതെ ഇപ്പോൾ മാർക്കോ നോക്കിക്കോളും. അതുകൊണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ കണ്ണേട്ടനെ കുറിച്ച് ആലോചിച്ച് ഒരു പേടിയും തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. പിന്നീട് മഹാലക്ഷ്മിയിൽ നിന്നും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് കണ്ണൻ. കമലേശ്വരം ഫിനാൻസിയസിലെ MD സ്ഥാനം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഉണ്ണി അവിടേക്ക് പോയിട്ടുള്ള വിവരങ്ങളെല്ലാം മഹിയിൽ നിന്നും അറിയുന്ന കണ്ണൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെന്ത് വേണമെന്ന് ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നും കണ്ണൻ പറയുന്നുണ്ട്. പിന്നീട് മാർക്കോ കണ്ണനെ കാണാനായിട്ട് വരുമ്പോൾ കണ്ണൻ മാർക്കോയോട് പറയുന്നുണ്ട്, മഹിയെ എന്നിൽ നിന്നും അകറ്റി സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കാമെന്നാണ് എൻ്റെ അനിയൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കരുതിയിരിക്കുന്നത്. മഹിയെ കാണാത്തതിലുള്ള വിഷമത്തിലിരിക്കുന്ന ഞാൻ ഇനി ഒരിക്കലും അങ്ങോട്ട് ചെല്ലുന്നില്ല എന്നാണ് അവർ കരുതിയിരിക്കുന്നത്. സ്വത്തിൻ്റെ കാര്യത്തിലൊന്നും ഇടപെടില്ല എന്നാണ് അവർ കരുതി കാണും. അതുകൊണ്ട് മാർക്കോ ഒരിക്കലും ഉണ്ണി MD കസേരയിൽ ഇരിക്കാൻ പാടില്ല. ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്തതാണ് എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങൾ ഓരോന്നും. അതിൽ അർഹതയില്ലാത്തവ ഒരാൾ കയറിയിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാർക്കോ എത്രയും പെട്ടെന്ന് ഫിനാൻസിയസിലെത്തി ഉണ്ണിയെ MD കസേരയിൽ ഇരിക്കുന്നതിൽ നിന്നും തടയണം. അവൻ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വിട്ടതാണെന്നും പറഞ്ഞാൽ മതി എന്നെല്ലാം മാർക്കോയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ കണ്ണൻ ഇത് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഏറ്റു സാറേ. സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവന് മാത്രമല്ല സ്വത്തിനും കാവലായിട്ട് ഈ മാർക്കോ പുറത്തുണ്ട്. ഇപ്പം തന്നെ സാറിൻ്റെ അനിയൻ MD കസേരയിൽ ഇരിക്കുന്നതിനെ ഞാൻ തടയും. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എന്ത് വേണമെന്ന് എനിക്കറിയാമെന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫിനാൻസിയസിലെ MD കസേരയിൽ ഞെളിഞ്ഞിരിക്കാമെന്ന് കരുതി ഫിനാൻസിയസിൽ എത്തുന്ന ഉണ്ണിയെയും കരുണയും ഞെട്ടിച്ചുകൊണ്ട് മാർക്കോ അവിടെ എത്തി രണ്ടുപേർക്കും കണക്കിന് കൊടുക്കുകയും അവർ ആ MD കസേരയിൽ അമർന്നിരിക്കുന്നതിനെ തടയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്